കൃഷിക്കാരനായ അപ്പൻ, ഹൗസ് വൈഫായ അമ്മയ്ക്കും ഞങ്ങൾ 3 ആൺമക്കളാണ്. അപ്പന് കൃഷി ഇത് മാത്രമല്ലായിരുന്നു, വേറെ കൃഷിയുണ്ട്. അത് ഞങ്ങൾ ഏറ്റവും മൂത്ത ആള് ഡോക്ടറാണ്. അവൾ പഠിക്കാൻ ഭയങ്കര മിടുക്കനാണ്. അവൾ പഠിക്കാൻ ഭയങ്കര മിടുക്കനാണ്. ചെറുപ്പം തൊട്ടേ 37 വയസ്സുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഞാൻ ബിടെക്കാണ്, സപ്ലിയായി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നു. ഏറ്റവും ഇളയവൻ പഠിക്കാൻ ഭയങ്കര ഉഴപ്പനായിരുന്നു. എല്ലാ കുടുംബത്തിലും കാണാം അങ്ങനെ പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി ഒരുത്തൻ. അവൻ +2 ആയപ്പോൾ തന്നെ പഠിത്തം നിർത്തി, അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കി ഞങ്ങൾ ചേട്ടന്മാരെ പഠിപ്പിച്ച് കുടുംബം നോക്കുന്നു. വീട്ടിലെ വരുമാനമുള്ള ഏക ആളെന്ന നിലയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യത്തെ സ്മാർട്ട് ഫോൺ കൊണ്ടുവന്ന അവനാണ്. അന്നൊക്കെ ഞാനും എൻ്റെ ചേട്ടനും അനിയനൊക്കെ ഒന്നിച്ച് ഒരു റൂമിലാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ രണ്ടാളും കെട്ടി വേറെ കൂട്ടി കയറി, ഞാനിപ്പോഴും ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാത്രിയിൽ ഞങ്ങൾ ഒന്നിച്ച് കിടക്കുമ്പോൾ പാതിരാത്രിക്ക് അപ്പന് അനിയനെ വഴക്ക് പറഞ്ഞ ശബ്ദം കിട്ടിയാൽ ഞെട്ടി എഴുന്നേറ്റു. പാതിരാത്രിക്ക് ഫോണിൽ നോക്കിയെന്ന് കണ്ണു കളയാതെ പോയി കിടന്ന് ഉറങ്ങടാ. അനിയൻ്റെ പുതപ്പിനടിയിൽ നിന്ന് വരുന്ന ദിവ്യ വെളിച്ചത്തിൻ്റെ സ്രോതസ് അപ്പൻ കണ്ടുപിടിച്ചതിൻ്റെ റിയാക്ഷൻ ആയിരുന്നു. അപ്പൻ അങ്ങനെയാണ്. പ്രകൃതി സ്നേഹി അപ്പന് പ്രകൃതിക്കിണങ്ങാത്ത ടവറുകൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളോട് മുൻവൈരാഗ്യം ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കുന്നവരെ ശത്രുക്കളോടൊന്നും പോലെ പുള്ളി പെരുമാറിക്കൊണ്ടിരുന്നത്. ഇതറിയാവുന്ന അനിയൻ പിറ്റേ ദിവസം തന്നെ അമ്മയ്ക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു. കുറ്റം പറയതല്ല, എൻ്റെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എനിക്ക് വാങ്ങിച്ചെന്ന് അവനാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാനിങ്ങനെ സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആയിട്ട് എൻ്റെ റൂമിനകത്തിരുന്ന് ഇങ്ങനെ സ്മാർട്ട് ഫോൺ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ സ്മാർട്ട് ഫോണിൻ്റെ എണ്ണം ഇങ്ങനെ കൂടുന്നത് അപ്പനൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം സന്ധ്യയ്ക്ക് അപ്പൻ റൂമിലേക്ക് കയറി വന്നു. ഞാൻ സ്മാർട്ട് ഫോൺ മാറ്റി വെച്ചു. അപ്പം വന്നിട്ട് ഇതിൽ വിദേശത്തുള്ള കൃഷി രീതികളൊക്കെ കാണാമെന്ന് കേട്ടല്ലോ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു. എൻ്റെ ഫോണിൽ വിദേശത്തുള്ള മറ്റു ചില കൃഷി രീതികളുടെ വീഡിയോസ് ഉള്ളതുകൊണ്ട് ഞാൻ അപ്പനോട് അമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. നമ്മളൊക്കെ മീൻ തൊടാൻ അറച്ചിട്ട് ഇങ്ങനെ പിടിക്കത്തില്ലേ, അതുപോലെ അമ്മയുടെ ഫോണും കൊണ്ട് അപ്പനകത്തേക്ക് കയറി വന്നു. ഞാനത് വാങ്ങിച്ചിട്ട് യൂട്യൂബ് എടുത്ത് ഒരു വീഡിയോ സെർച്ച് ചെയ്ത് അങ്ങനെ അത് പെട്ടെന്ന് കാണിച്ചു കൊടുത്തു. പ്രായമുള്ള മനുഷ്യല്ലേ, മനസ്സിലായി കാണത്തില്ല പറഞ്ഞിട്ട്. എൻ്റെ സ്മാർട്ട് ഫോണിലെ മെയിൻ പരിപാടി മറ്റേ കൃഷിരീതി വീഡിയോസ് അല്ല, ഞാൻ വ്ളോഗ്സ് ഒരുപാട് കാണും. നിങ്ങൾ ഗെറ്റ് റോസ്റ്റ് വിത്ത് ഗായത്രി, സുനിത ദേവദാസ്, ഇത് പേരൊക്കെ കേട്ടിട്ടുണ്ടോ? സുനിത ദേവദാസിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ മുടങ്ങാതെ കാണുന്ന ഒരാളാണ്. പുള്ളിക്കാരി ഒരു സാമൂഹ്യ നിരീക്ഷകയാണ്, നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകയാണ്. ഞാൻ എല്ലാ വീഡിയോസും ഒറ്റ ഒരെണ്ണം പോലും വിടാതെ മൊത്തം കണ്ടിട്ടുണ്ട്. ആ അമ്മയെ എനിക്കിഷ്ടമേ അല്ല. എന്നിട്ട് ഞാൻ ഇതെന്തിനാണ് കാണുന്നതെന്ന് വെച്ചാൽ, ഞാൻ വ്ളോഗ്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് അടിയിലുള്ള കമൻസ് വായിക്കും. ട്രിപ്പിംഗ് പരിപാടിയാണ്. ഈ ലോക്ക്ഡൗൺ കത്തി നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ പുതിയ വീഡിയോ വന്നപ്പോൾ ഞാനിങ്ങനെ സുനിതാ ദേവദാസിൻ്റെ അടിയിലേക്ക് നോക്കിയിരിക്കും. സുനിതാ ദേവദാസിൻ്റെ വീഡിയോയുടെ അടിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പുള്ളിക്കാരിയുടെ കമ്മ്യൂണിസ്റ്റ് ചായവിനെ വിമർശിച്ചുകൊണ്ട് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു. ആ കമൻ്റ് ഇട്ടവൻ്റെ ID ഒഫൻസീവ് ജായോളി. ജാതിയുടെ ജായാണ്, മതത്തിൻ്റെ തായല്ല. ജായോളിയുടെ കമൻറ്റിന് മറുപടിയായിട്ട് ഒരാൾ വന്ന് കട്ടയ്ക്ക് പുള്ളിയെ തെറി പറഞ്ഞു. എൻ്റെ അമ്മയുടെ യൂസർ നെയിമും പ്രൊഫൈൽ പിക്ചറുള്ളൊരു ID. ഈ ജായോളി അതിനൊരു മറുപടി ഇട്ടു. ആ മറുപടി കമൻറ്റിൻ്റെ അവസാനത്തെ അക്ഷരം കൊണ്ട് അന്താക്ഷരി മത്സരം പോലെ തെറി കമൻറ്റ് വീണ്ടും പുറകെ വന്നു. സെക്കൻഡുകൾ കൊണ്ട് കമൻറ്റ് ബോക്സ് ലൈവ് യുദ്ധമായിട്ട് മാറി. എൻ്റെ കിളി പോയി. ഞാൻ പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മ ഹോളിൽ TV കണ്ട് സീരിയൽ കണ്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നു. എനിക്ക് സമാധാനമായി. ചിലപ്പോൾ ഒരേ പേരും അല്ലെങ്കിൽ യൂസർ ID ഒക്കെ വരാൻ സാധ്യതയുണ്ട് ആൾക്കാർക്ക്. അതായിരിക്കും ഞാൻ വിചാരിച്ച് സമാധാനത്തോടെ വരാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ബെഡ്റൂമിൽ നിന്ന് സുനിതാ ദേവദാസിൻ്റെ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദമല്ല, വീഡിയോയുടെ ശബ്ദം കേൾക്കുന്നു. കള്ളച്ചിരി അവിടെ ബൈക്കിന്നൊക്കെ. സുനിതാ ദേവദാസ് അത്തരക്കാരിയല്ല. എൻ്റെ അപ്പൻ അത്തരക്കാരനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പാളിയൊന്ന് നോക്കി, സംഭവം ശരിയാണ്. അരണ്ട വെളിച്ചത്തിൽ പുള്ളിന്ന് കമൻറ്റ് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പം ആ പഴയ അറപ്പൊന്നുമില്ല. കൊച്ചുമക്കളെ എന്ന പോലെ നെഞ്ചത്തോട് വാത്സല്യത്തോട് ചേർത്ത് പിടിച്ച കമൻറ്റ് ടൈപ്പ് ചെയ്യുന്നത്. ഫോണിൻ്റെ വെളിച്ചം മുഖത്ത് വീഴുമ്പം പുള്ളിയുടെ മുഖത്ത് മാറി വരുന്ന ഭാവങ്ങളും വികാരപ്രകടനങ്ങളും കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ലോക്ക്ഡൗൺ കാരണം പുറത്തിറങ്ങി നടത്താൻ പറ്റാത്ത പാർട്ടി പ്രവർത്തനം ഓൺലൈനിൽ നടത്തുന്ന ഒരു സൈബർ പോരാളി ഷാജിയായി എൻ്റെ അപ്പൻ മാറിക്കഴിഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് പുള്ളിയുടെ തോളത്തിൽ നിന്ന് തട്ടി. യുദ്ധഭൂമിയിൽ ഡിസ്റ്റർബ് ചെയ്യാമെന്ന് എന്നെ അപ്പനിങ്ങനെ നോക്കി. ഞാൻ സർവശക്തിയും ആവാഹിച്ച് പറഞ്ഞു, ഇത് കമൻറ്റ് അമ്മയുടെ പേരിലുള്ള യൂസർ ID ആണ്. ഇത് പോസ്റ്റ് ആകുന്ന അമ്മ തെറി വിളിക്കുന്ന പോലെയാണ്. നാട്ടുകാർ കാണുമ്പോൾ അമ്മ തെറി വിളിച്ചാന്നേ വിചാരിക്കത്തുള്ളൂ. ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് കാര്യം മനസ്സിലായി. ജെനുവിൻ മനുഷ്യൻ. അപ്പം തന്നെ അടുത്ത പ്രശ്നം വന്നു. പുള്ളിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ID വേണം.
ഞാൻ അപ്പനെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ യൂട്യൂബ് ഐ ഡി വേണമെങ്കിൽ ജിമെയിലിൽ ഫേസ്ബുക്കിൽ ഓരോ അക്കൗണ്ട് വേണം. ഇത് 2 അക്കൗണ്ട് ഒരാളേതാണ് തെളിയിക്കുന്ന മണ്ണാൻ സെയിം സർട്ടിഫിക്കറ്റ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വാങ്ങണം. അതും കറക്റ്റ് സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് കോപ്പി വാർഡ് കൗൺസിൽ ശുപാർശയുമായിട്ട് മുനിസിപ്പാലിറ്റി NOC വാങ്ങിയാലേ യൂട്യൂബ് ഐ ഡി കിട്ടത്തുള്ളൂ. അപ്പൻ എന്നെ ഇങ്ങനെ നോക്കി, ഞാനാ നിൻ്റെ അപ്പൻ, നീ എൻ്റെ അപ്പനാവാൻ നോക്കണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ ഞാൻ പുള്ളിക്ക് യൂട്യൂബ് ഐ ഡി സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇതൊക്കെ ഒരു തുടക്കമാണെന്ന് എനിക്കറിയാമായിരുന്നു. ലോക്ക്ഡൗൺ വീണ്ടും മൂർച്ഛിച്ചിരുന്ന സമയത്ത് ഒരു പാതിരാത്രിക്ക് അപ്പൻ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് യൂട്യൂബിലെ വിവിധ വീഡിയോകൾ ഇങ്ങനെ മാറി മാറി കാണിച്ച് വാചാലനായപ്പോൾ ഒരു പ്രത്യേകതരം സൈക്കിക് വൈബ്രേഷൻ എനിക്ക് കിട്ടിത്തുടങ്ങി. സംശയം തീർക്കാനായി ഞാൻ സുനിത ദേവദാസിൻ്റെ വീഡിയോകൾ പൊളിറ്റിക്കലി ബയസ്ഡ് ആണെന്ന് പറഞ്ഞ് അപ്പനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൻ പ്രതികരിച്ചു, അതിശക്തമായി തന്നെ. വേദനയോടെ ആ സത്യം ഞാൻ മനസ്സിലാക്കി. മാടമ്പള്ളിയിലെ ആ മനോരോഗി എൻ്റെ അപ്പനാണ്. പകൽ സമയങ്ങളിൽ ഫോൺ എടുക്കുന്നവരെ വഴക്ക് പറഞ്ഞ് ഫോൺ 100% ചാർജാക്കി വെക്കുന്ന അപ്പൻ രാത്രികാലങ്ങളിൽ ഒരു സ്മാർട്ട് ഫോൺ അഡിക്റ്റായി മാറുന്നു. ആ സമയത്ത് അപ്പൻ അമാനുഷിക കഴിവുകളാണ്. അർദ്ധരാത്രി ബെഡ്റൂമിൽ നിന്ന് അമ്മയറിയാതെ ഫോണും എടുത്ത് ഹാളിൽ വന്നിരിക്കുന്ന അപ്പന് അമ്മയുടെ ഉറക്കത്തിൻ്റെ ആഴമളക്കാം. അമ്മ എത്ര നേരം കൂടി ഉറങ്ങും, ഏത് സെക്കൻഡിൽ ഉണരും, ഇതൊക്കെ അറിയാൻ പറ്റും. ഇതിലിപ്പോൾ എന്താ പ്രശ്നമെന്ന് ചിന്തിക്കുന്നത്, പുള്ളിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് കൂടിയുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് കുറേ ഫേസ്ബുക്ക് പോസ്റ്റ് അടി പുള്ളി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമല്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ. നിങ്ങളുടെ പ്രായമുള്ള പേരൻസ് ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ അത്? ഇവർക്ക് ഫേസ്ബുക്കിൽ കാണുന്ന പോസ്റ്റുകൾ എന്ന് ഏത് കാലത്ത് പോസ്റ്റ് ചെയ്തതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. 2016 VS-ന് പകരം പിണറായിയെ CM ആക്കിയതിന് അന്ന് പാർട്ടിയെ വിമർശിച്ചിട്ട് ആ പോസ്റ്റിന് പോയി കടിയിൽ കമന്റ് ഇട്ട് 6 വർഷം മുമ്പ് തീർന്ന ഒരു സൈബർ യുദ്ധത്തിന് തിരികൊളുത്തി ലോക്ക്ഡൌൺ സമയത്ത്. ഒരു ഏരിയ സെക്രട്ടറി വാർഡ് കൗൺസിലറൊക്കെ എത്തിയിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്ത്. 2012 ലോകം അവസാനിക്കുന്ന 15 കൊല്ലം മുന്നേ പോസ്റ്റിട്ട് റഷ്യൻ ശാസ്ത്രജ്ഞനെ മലയാളത്തിൽ കമന്റ് ഇട്ട് കളിയാക്കുക. ഫേസ്ബുക്കിൽ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന കമന്റോളികളെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അവന്മാർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക. ഈ SMS-കളുടെ കാലം തൊട്ട് ഓടുന്ന ഫേക്ക് മെസ്സേജുകളുണ്ടല്ലോ, അതിപ്പോൾ കിട്ടിയ വരുമ്പോൾ ഫേസ്ബുക്കിൽ എടുത്ത് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്നെ ടാഗ് ചെയ്യുക. സണ്ണി ലിയോൺ ഒരു പുതിയ പോസ്റ്റ് ഇട്ടാ അതിൻ്റെ അടിയിൽ പോയി നിനക്ക് മര്യാദയ്ക്ക് തുണി കൊടുത്തുകൊണ്ടിരുന്ന് കമന്റ് ചെയ്യുക. ഇതൊക്കെയാ പുള്ളിയുടെ ഹോബി. ചില സമയം നമ്മുടെ ഉയരെടുത്ത് കളയും. ഈ ജേക്കബിൻ്റെ സ്വർഗരാജ്യം സിനിമ റിലീസായ സമയം ഞാൻ പടം കാണാൻ പോയി. ഫസ്റ്റ് ഹാഫായി ഞാൻ പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് ഓൺലൈൻ ആക്കി നോക്കിയപ്പോൾ അമ്മയുടെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ്, ഒരു ഫോട്ടോ, അപ്പൻ്റെ സെൽഫി. കോക്രി എന്ന് പറയാം, പൗട്ട് സെൽഫി ആൾ ഉദ്ദേശിച്ചത്. അപ്പൻ്റെ പുരോഗമനം ചേട്ടൻ വീട്ടിൽ വരാറില്ല, ചേട്ടൻ കോളേജിൽ പഠിക്കുന്നിടത്ത് തന്നെ അപ്പൻ്റെ പുരോഗമനം ചേട്ടനെ കാണിക്കാൻ വേണ്ടി ഈ ഫോട്ടോ ഞാൻ നേരെ ഫോർവേഡ് ചെയ്തു ചേട്ടന്. ഇന്റർവ്യൂ കഴിഞ്ഞ് അകത്ത് കയറി. പടം തുടങ്ങി 5 മിനിറ്റ് ആയില്ല, ചേട്ടൻ്റെ ഫോൺ കോൾ വന്നു. ഞാൻ എടുത്തു. അപ്പൻ എന്തോ പറ്റിയത്? ഞാൻ എന്ത് പറ്റാൻ? എടാ അപ്പൻ്റെ മുഖം കൂടിയിരിക്കുന്ന കണ്ടില്ലേ, അൺഈവൻ സ്മൈൽ, ഡ്രൂപ്പിംഗ് ഓഫ് മൗത്ത്, ഫേഷ്യൽ പാരാലിസിസിന്റെ സിംറ്റംസ് ആണെന്ന്. പഠിപ്പിച്ച് തെണ്ടി പൗട്ട് സെൽഫി വന്ന കാര്യം അറിയത്തില്ല. ഞാൻ പുള്ളിയെ പോലെ കളിയാക്കി. പുള്ളി ഫോൺ വെച്ച് ഒഫൻഡായി തിരിച്ച് പോയി. പുള്ളി പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി. ഞാൻ അമ്മയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു. അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ്. അനിയൻ്റെ ഫോണിൽ വിളിച്ചു. അനിയൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. അവൻ്റെ വൈഫിൻ്റെ ഫോൺ വിളിച്ചു. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ്. സ്ക്രീനിലാണെങ്കിൽ രഞ്ജി പണിക്കർ നിവിൻ പോളിയും തമ്മിലുള്ള ബന്ധം, സ്നേഹം ഇങ്ങനെ വാരി കോരി ഒഴുകുന്നു. എനിക്ക് കുറ്റബോധം അടിച്ചു. ഞാൻ സിനിമ നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്നപ്പോൾ മുറ്റത്ത് തന്നെ അനിയത്തി നിൽപ്പുണ്ട്. എന്നെ കണ്ടോണ്ട് അവൻ അപ്പൻ അവൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കാതെ ഞാൻ അവനെ തട്ടി മാറ്റി. മിന്നാര സിനിമയുടെ ക്ലൈമാക്സിൽ ലാലേട്ടൻ ജീവൻ രക്ഷാ മരുന്നുമായിട്ട് ഓടി വരുന്ന പോലെ ഓടി അകത്ത് ചെന്നപ്പോൾ ഹോളിലിരുന്ന് അപ്പൻ അമ്മയും കൂടെ സീരിയൽ കാണുന്നു. ഫ്രണ്ടിലെ ടീപ്പോയിൽ ഫോണെല്ലാം നിരത്തി വെച്ചേക്കും. എനിക്ക് ദേഷ്യം വന്ന് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്, ഞാൻ വിളിച്ചിട്ട് കിട്ടാതെ എനിക്ക് ടെൻഷൻ ആയില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ 10 ഇരട്ടിയിൽ അപ്പൻ എന്നോട്, നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്തത്? ഇന്ന് രാത്രി 11 മുതൽ 3 മണി വരെ മാരകമായ കോസ്മിക് രശ്മികൾ ഭൂമിയുടെ അടുത്ത് കടന്നു പോകുന്നുണ്ട്. നീ എന്താ ഓഫ് ചെയ്യാൻ? ഇതാണ് ഉണ്ണിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ കൂടെ കിടക്കാൻ ചേട്ടൻ അനിയനും ഇല്ലാത്തപ്പോഴും രാത്രി ആരെയോ വഴക്ക് വരുന്ന ശബ്ദം കിട്ടി ഞാൻ ഞെട്ടി എഴുന്നേറ്റു. പാതിരാത്രി ഫോണിൽ നോക്കിയത് കണ്ണു കാണാതെ പോയി കിടന്നുറങ്ങ്. മനുഷ്യ, അമ്മയുടെ ശബ്ദമാണ്.
അമ്മയുടെ ഉറക്കത്തിൻ്റെ ആഴം അളക്കുന്നതിൽ അപ്പന് തെറ്റുപറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി.